ഇടിയുടെ ബഹളം തിയേറ്റർ ഇടിയും വെടിയും പോകുകയും സെക്കൻഡ് ഹാഫ് പൊളിച്ച് രണ്ടാമത്തോട്ട് ഇന്നലെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ യങ് ജനറേഷനിലെ ആ റേഞ്ചിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. ആ ഒരു ഇതുണ്ട്. പക്ഷെ പടം നല്ലോണം ഓടും. മമ്മൂക്കയുടെ പ്രായം മറന്നുള്ള ഫൈറ്റ് സീൻസ് ആണ് മൊത്തം. ഒരു ഫാൻ ബേസ് ആയിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് ചെയ്യുന്നത്. താങ്ക് യു. നല്ലോണം ആക്ഷൻ പടം കുഴപ്പമൊന്നുമില്ല. നമ്മൾ തമിഴ് പടം കണ്ടൊരു ഫീല്. ആസ് യൂഷ്വൽ മമ്മൂട്ടി 73 വയസ്സൊന്നും പറയിപ്പിക്കൂല. അങ്ങനത്തെ രീതിയിൽ നല്ല പടം കൊള്ളാം. സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം അടിപൊളി. മാസ് പടം അടിപൊളി. കലക്കിയിട്ടുണ്ട്. പറന്നടിക്കും മമ്മൂട്ടി, ഒരു രക്ഷയില്ല. പിന്നെ പൊന്നെ 73 വയസ്സെന്ന് പറയൂ. പുലിമരല്ല എന്തായാലും വൈശാഖ് ഫൈറ്റില് പുലിമരല്ല എന്തായാലും വിഷയം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. മുമ്പത്തെ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ആക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നിന്ന് അടിക്കും പോലെ. ഇത് പക്ഷേ പറന്നൊക്കെ അടിയുണ്ട്, കിട്ടിലുണ്ട്. വിഷയം പടം അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ സിനിമ കണ്ടു, രണ്ടാമത്തെ തൊട്ടാ. ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പൊ രാവിലെ വന്നേക്കാ ഉണ്ട്. ഇടയ്ക്ക് മമ്മൂട്ടി സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും കിടിലുമാണ്. അല്ലാതെ ഇത്തിരി ലാഗ് ഫീൽ ചെയ്ത് മമ്മൂട്ടി വരുമ്പോൾ പക്കയാണ്. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. അല്ല മമ്മൂട്ടി അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ഫൈറ്റും കാര്യമെല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിയും ഇടിയും ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കർ സൂപ്പറായിരുന്നു. രഞ്ജിപ്പണിക്കറില്ലയോ എന്തുവാ മറ്റേ ടർബോ അല്ലയോ? മമ്മൂക്ക തകർത്തു. ഈ പ്രായത്തിൽ മമ്മൂക്ക ചിള്ളം പയ്യന്മാരെ പോലെ ഇരിക്കുകയാണ്. ധനുഷിനെ പോലെ തകർത്തു. ആക്ഷൻ കൊള്ളാം, സൂപ്പർ. മലയാളികൾക്ക് ഇപ്പോഴും ഒന്നുകൂടി അഭിമാനിക്കാം. അത്ര നല്ല സിനിമ. എല്ലാ മലയാളികളും തിയേറ്ററിൽ പോയി കാണുക. മമ്മൂക്കയുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. മമ്മൂട്ടി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു അടിപൊളി പരിപാടി കേട്ടോ ചെയ്തേക്കുന്നത്. ആ ചില ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ സൂപ്പറായിട്ടായിരുന്നു. പിന്നെ ഒരു അഡ്വൈസ് തരാൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ലോജിക്ക് ഇങ്ങനെ എടുക്കുക, ഒരു അലമാരിക്കകത്ത് വെച്ചിട്ട് പൂട്ടിട്ട് പോവുക. എന്നിട്ട് പോയി സിനിമ കണ്ടാൽ സുഖമായിട്ട് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സായിട്ട് മാക്സിമം പോകാൻ നോക്കുക. അല്ല, റിവ്യൂ അറിയാതെ നമ്മൾ അത് നോക്കിയില്ലായിരുന്നു. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. മമ്മൂട്ടിയെ കാണണമെങ്കിൽ ഈ സിനിമ വന്നല്ലാതെ മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ കൊള്ളായിരുന്നു. നൈസ് മൂവിയായിരുന്നു. ബട്ട് എക്സ്പെക്ട് ചെയ്ത് അത്രയ്ക്കൊന്നും വന്നിട്ടായിരുന്നു. ബട്ട് കൊള്ളായിരുന്നു. സംവിധാനം തമിഴിനെക്കാളും കൊള്ളാം. ശല്യമല്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുണ്ട് തമിഴിലേക്ക്. ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. വളരെ കൊള്ളാം. അടിപൊളി പടം. പ്രത്യേകിച്ച് ലാസ്റ്റ് 40 മിനിറ്റ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂട്ടി കിടിലം. പുള്ളി 73 വയസ്സിൽ ഇത്രയും കിടിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ 73 വയസ്സിൽ പെട്ടിയിലായിരിക്കും. പുള്ളി തകർത്തിട്ടുണ്ട്. അടിപൊളി. പിന്നെങ്കിലും പുതുമയുണ്ട്. ഡയലോഗും കൊള്ളാം, കുഴപ്പമില്ല. മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമുണ്ട്. കാണാതിരിക്കണ്ട, നഷ്ടമല്ല. നല്ല മൂവിയായിരുന്നു. യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. മമ്മൂട്ടിക്ക് ഇത്രയൊരു ഏജ് ആയിട്ട് പോലും നന്നായിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. നല്ല എനർജറ്റിക് ആയിട്ട്. അടുപ്പം നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല ഫുൾ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി നല്ല അത്യാവശ്യം എനർജി ലെവലിൽ ഫൈറ്റിങ് സീനൊക്കെ ഉണ്ടായിരുന്നു.